അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ എറയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് മെൻ്റൽ ഹെൽത്ത്. സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോൾസൊക്കെ അച്ചീവ് ചെയ്ത് നിങ്ങളൊരു ബിസിനസ് ഓൺ ചെയ്യുന്നു, പിന്നെ നിങ്ങളുടെ ബോഡിയും അത്യാവശ്യമല്ല നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഫിസിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളെല്ലാം അക്കംപ്ലിഷ്ഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് മൈൻഡ് വേണം, അത് സ്ട്രോങ് ആയിരിക്കണം നിങ്ങൾ. കാരണം മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. മെൻ്റൽ ഹെൽത്ത് എന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ പോലെ വീടിൻ്റെ. നിങ്ങളുടെ പൊട്ട ഫൗണ്ടേഷൻ്റെ മണ്ടയ്ക്ക് എത്ര നല്ല വീട് വെച്ചാലും അത് പൊളിഞ്ഞു പോകും. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാൻ. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് ഗോൾ പുഷ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തലയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. സോ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അധികം റൂയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഗോൾസിലോട്ടൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്ത് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആയാലുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസ് ഡള്ളാവും. അത് നിങ്ങളുടെ മുഖത്ത് അറിയാൻ പറ്റും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ലോ ആണ്. സോ മെൻ്റൽ ഹെൽത്തിനെ മെയിനായിട്ട് ബാധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ബോഡി ബിൽഡിങ് ചെയ്യുമായിരിക്കും, നിങ്ങൾ ബൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പം നിങ്ങൾ നല്ലൊരു അടിപൊളി ഫിസിക്കാണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയും പുള്ളിയുടെ ബോഡിയും കൂടെ, അത് ചിലപ്പോൾ നല്ല ലൈറ്റിങ്ങിലും ഹെവി വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പം നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് നമുക്കൊരു ബാഡ് മൈൻഡ് സെറ്റ് വരും തലയിലോട്ട്. അപ്പോഴത്തേക്ക് ഇത് അവോയ്ഡ് ചെയ്യണം. സോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് ഡാമേജ് ആകും. പിന്നെ ഡൂം സ്ക്രോളിങ് എന്ന് വെച്ചാൽ റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അവസാനം വരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ക്രോൾ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ തലച്ചോറിലെ ഡോപ്പമിൻ ലെവൽസ് ഫ്രൈ ആകും. ഡോപ്പമിൻ ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ നേരത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് ഡോപ്പമിൻ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. സോ ഇപ്പം നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ അല്ല നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കിട്ടുന്നത്. ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡോപ്പമിൻ കിട്ടും, കാരണം ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കണ്ടൻറ്റാണ് കാണുന്നത്. സോ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ഇവിടെയാണ് ഡോപ്പമിൻ ലെവൽ. നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇവിടെയാണ് ഡോപ്പമിൻ ലെവലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡോപ്പമിൻ ഇവിടെ കിട്ടുന്നത്. സോ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഫോൺ ഉപയോഗിക്കുന്ന ക്രേവ് ചെയ്യും. സോ നിങ്ങൾ ഫോൺ യൂസേജ് ലിമിറ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഏറ്റവും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഉറക്കം. ഒരു ദിവസത്തെ ഉറക്കം പോയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം അത് അറിയാൻ പറ്റും. ഒരുമാതിരി ഉറങ്ങി തൂങ്ങി നമുക്ക് നല്ലൊരു ഫ്ലോ കിട്ടത്തില്ല ലൈഫിൽ പോകാനായിട്ട്. സോ ഇപ്പം നിങ്ങൾ ഒരു ഫുള്ളി റെസ്റ്റഡ് ഡേ നിങ്ങൾ എന്തൊക്കെ ഫുള്ളി റെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, അത്ര നിങ്ങൾക്ക് ഒരു സ്ലീപ്പ് ഡിപ്രൈവ് ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഓൾറെഡി ഒരു ഓഫ് മൂഡിലായിരിക്കും. സോ സ്ലീപ്പൊക്കെ സ്ലീപ്പ് പ്രയോറിറ്റൈസ് ചെയ്യണം. മെൻ്റൽ ഹെൽത്തിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സീരിയസ് ആണെങ്കിൽ നിങ്ങൾ സ്ലീപ്പ് പ്രയോറിറ്റൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ മെഡിറ്റേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവും നല്ല അത്യാവശ്യം നല്ല രീതിക്കാവും. പിന്നെ ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി നിങ്ങളുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ സൂര്യപ്രകാശം കൊള്ളുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ബൂസ്റ്റ് കിട്ടും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന്.